നമസ്കാരം. ലോകത്തെ അതിസമ്പന്നരായ 5 പേർ, അവർ തിരഞ്ഞെടുത്ത അതിസാഹസികമായ ഒരു യാത്ര. നമ്മുടെ വലിയ കയറ്റമായ ആനമുടിയുടെ ഉയരത്തിൻ്റെ 5 മടങ്ങ് ആഴത്തിലേക്കുള്ള പോക്ക്, അറ്റ്ലാന്റിക്കിലെ ആരുമറിയാത്ത അനേകം ചുഴികൾ, നീലത്തിമിംഗലങ്ങൾ പുളയ്ക്കുന്ന കടലാഴം. അവർ തേടിയത് മുത്തും പവിഴവുമായിരുന്നില്ല. നൂറ്റാണ്ട് മുൻപ് 1517 മനുഷ്യജീവനുകളുമായി മുങ്ങിപ്പോയ ടൈറ്റാനിക്. അതൊന്നു കാണാനുള്ള മനുഷ്യ സഹജമായ ആകാംക്ഷ, എന്ത് വില കൊടുത്തും അത് സാധിക്കാനുള്ള താൻപോരിമ, ജീവൻ പണയം വയ്ക്കാനുള്ള നെഞ്ചുറപ്പ്. ഇതുമായി അവർ ആഴങ്ങളിലേക്ക് പോയി. ഇനി അവർ തിരികെ വരില്ലെന്ന് ഉറപ്പായി. കൽപ്പന ചൗളയും ഒപ്പമുണ്ടായിരുന്നവരും ബഹിരാകാശത്ത് ഇല്ലാതായതുപോലെ അവർ 5 പേർ ഇല്ലാതായി. അവശിഷ്ടങ്ങൾ കിട്ടുമോ എന്ന് പറയാനാകില്ല എന്ന് പറയുമ്പോൾ അവർ കടലിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞിരിക്കാം എന്നുകൂടിയാണ് അർത്ഥം. ബഹിരാകാശത്ത് എന്നതുപോലെ കടലാഴത്തിലും അലിഞ്ഞു ചേരുകയായിരുന്നു അവർ. 96 മണിക്കൂറിന്റെ ജീവശ്വാസം മാത്രം കരുതിപ്പോയവർ. ടൈറ്റാനിക്കിലേക്ക് അവർ എത്തിയിരുന്നു. തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഉത്തരം. തകർന്നു വീണത് ടൈറ്റാനിക്കിന് 1500 അടി മാത്രം അകലെയാണ്. 235 യാത്രക്കാരുമായി പോയ മലേഷ്യൻ എയർലൈൻസിന്റെ MH370 ഇപ്പോഴും കടലാഴങ്ങളിലെ കാണാക്കാഴ്ചയാണ്. 5 പേർ മാത്രമായി പോയ ടൈറ്റൻ കടൽപേടകം തകർന്നു എന്നതിനുള്ള തെളിവെങ്കിലും കിട്ടിയത് മഹാഭാഗ്യമെന്നാണ് സമുദ്രത്തെ അറിയുന്നവർ പറയുന്നത്. ആകാംക്ഷ നിറഞ്ഞ പ്രതീക്ഷകളുടെ മണിക്കൂറുകളിലൂടെയായിരുന്നു ലോകം കടന്നുപോയത്. അവർ ഇനി തിരികെ വരില്ല എന്ന് ഉറപ്പായി. പക്ഷേ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട്. പലതിനും ഉത്തരങ്ങൾ അസാധ്യമാണ്, നമുക്കറിയാം. ആദ്യം നമ്മൾ ഇതുവരെ അറിയാവുന്ന ചില കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയായിരിക്കും ഈ അപകടം സംഭവിച്ചിട്ടുണ്ടാകാം? ഇതിനായി ആദ്യം ടൈറ്റൻ എന്ന കടൽപേടകം പുറപ്പെട്ട സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ. തീർച്ചയായിട്ടും ഗോപി, ഇതാണ് ന്യൂ ഫൗണ്ട് ലാൻഡ്. കാനഡയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ തീരനഗരങ്ങളിൽ ഒന്നാണ് ന്യൂ ഫൗണ്ട് ലാൻഡ്. ഇവിടെ നിന്നാണ് ആ 5 പേർ പുറപ്പെട്ടത്. നൂറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1912 ഏപ്രിൽ 15 ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങിയതിനോട് ഏറ്റവും അടുത്തുള്ള തീരം ഇതായിരുന്നു. സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള കന്നി യാത്രയിലായിരുന്നു അന്ന് ടൈറ്റാനിക്. 2224 യാത്രക്കാർ ഉണ്ടായിരുന്നു ആ കപ്പലിൽ. അപകടത്തിന്റെ SOS കിട്ടി ആദ്യ കപ്പൽ എത്തുമ്പോൾ 700ഓളം ആളുകളെ മാത്രമാണ് അന്ന് രക്ഷിക്കാനായത്. 1517 പേരുമായി കപ്പൽ മുങ്ങി. ഓ ഗോഡ്, ഇഫ് ദർ ഈസ് എ ഗോഡ്, സേവ് മൈ സോൾ ഇഫ് ദർ ഈസ് എ സോൾ. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും ശ്രദ്ധേയമായ വാചകം ഇതാകണം ഗോപി. കപ്പലുണ്ടായിരുന്നവരിൽ ഒരാൾ ഏണസ്റ്റ് റണ്ണന്റെ ഈ വാചകം ചൊല്ലുകയും കേട്ടിരുന്ന പലരും അത് ആവർത്തിക്കുകയും ചെയ്തു എന്നാണ് രക്ഷപ്പെട്ടവർ പറഞ്ഞതായി വന്ന പത്ര റിപ്പോർട്ട്. മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതല്ലാതെ വേറെന്തു പറയാൻ? എൻ്റെ ദൈവമേ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിന് രക്ഷ നൽകൂ. അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ. മരണമുഖത്ത് ഇതിനപ്പുറം ഒരു വാചകം പറയാനുണ്ടാകില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാചകം ഉള്ളിൽ അലയടിക്കുന്നതായി അറിഞ്ഞു പോയവർ തന്നെയാണ് ഇവിടെയും. അവർ പുറപ്പെട്ടത് ന്യൂ ഫൗണ്ട് ലാൻഡിൽ നിന്നാണ് എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ നിന്നും 685 കിലോമീറ്റർ അകലെയാണ് ടൈറ്റാനിക് തകർന്നു വീണത്. ന്യൂ ഫൗണ്ട് ലാൻഡിലെ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസ് എന്ന സ്ഥാപനമാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരാൾക്ക് ഏകദേശം 2 കോടി രൂപയ്ക്ക് തുല്യമായ തുക വരും ഈ യാത്രയ്ക്ക്. $2.5 ലക്ഷം ഇതിനായി ആ കമ്പനി ഈടാക്കുന്നത്. യാത്രികരെ ആദ്യം കൊണ്ടുപോകുന്നത് കപ്പലിലാണ്. പോളാർ പ്രിൻസ് എന്ന കപ്പലിലാണ് യാത്രികർ ടൈറ്റാനിക് കിടക്കുന്നതിന് മുകൾ ഭാഗത്തേക്ക് എത്തുന്നത്.
കപ്പൽ ഇങ്ങനെ ഈ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ടൈറ്റൻ എന്ന കപ്പൽ പേടകം പുറത്തെടുക്കും. ഒരു ചങ്ങാടത്തിലാണ് ആദ്യം ഈ പേടകം കയറ്റുക. പേടകം ഒരുപാട് വലുതല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. 2.5 മീറ്റർ ഉയരം, 2.8 മീറ്റർ വീതി, 6.7 മീറ്റർ നീളം. ഉള്ളിൽ ഏകദേശം 180 ചതുരശ്ര അടി സ്ഥലമുണ്ടാകും. അവിടെയാണ് ഈ 5 മനുഷ്യരും സർവ്വ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം. തീർച്ചയായിട്ടും പുറത്ത് 2.5 മീറ്റർ അഥവാ 8 അടി ഉയരമുണ്ടെങ്കിലും നിവർന്നു നിൽക്കാൻ സൗകര്യമില്ല. അതായത് യന്ത്രങ്ങൾ കഴിഞ്ഞ് ഇരിക്കാൻ മാത്രമേ കഴിയൂ. പുറപ്പെടുമ്പോൾ മുതൽ തിരികെ എത്തും വരെ ഇരുന്നു തന്നെയാണ് യാത്ര. അത് അത്ര ആയാസകരമായ ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വളരെ സുരക്ഷിതമായ യാത്രയായിരുന്നെങ്കിൽ പുറപ്പെട്ട് ഒരു 10 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർക്ക് തിരിച്ചെത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത്രയും സമയം ആ പോസ്റ്ററിൽ ഇരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടാകേണ്ടതേ അല്ല. അങ്ങനെ പുറപ്പെട്ട ഈ ടൈറ്റൻ എന്ന കപ്പൽ പേടകത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായി പരിശോധിക്കേണ്ടതാണ്. ഇനി തിരികെ വരില്ല എന്ന് സ്ഥിരീകരിച്ചത് ഈ 5 പേരെയാണ്. ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസ് എന്ന കമ്പനിയുടെ CEO ആണ് സ്റ്റോക്ടൺ റഷ്. പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ബിരുദവും ബർക്ക്ലി സ്കൂളിൽ നിന്ന് MBAയും നേടിയ ആളാണ് അദ്ദേഹം. മാത്രമല്ല ഇത്തരം നിരവധി യാത്രകൾ നടത്തിയ പരിചയമുള്ളയാണ് മറ്റൊരാളായ സ്റ്റോക്ടൺ റഷ്. 19-ാം വയസ്സിൽ വിമാനം പറത്തി റെക്കോർഡിട്ടയാൾ. ജീവിതകാലം മുഴുവനും ഇത്തരം ഭ്രാന്തമായ സാഹസികതകൾ കൊണ്ടു നടന്നു. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നും എങ്ങനെ വഴിമാറിപ്പോകാമെന്നുമൊക്കെ റഷ് പറയുന്ന നിരവധി അഭിമുഖങ്ങൾ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. മീൻ പിടിക്കാൻ വല വിരിച്ചിരിക്കുന്ന ഭാഗത്തുകൂടി പോകരുതെന്നും പാറക്കെട്ടുകളുടെ പരിസരത്തേക്ക് പോലും കടലിൽ വാഹനവുമായി പോകരുതെന്നും സ്റ്റോക്ടൺ പറയുന്നുമുണ്ട്. ഇതാണ് രണ്ടാമത്തെയാൾ. നമുക്ക് നോക്കാം ആരാണ് അയാൾ. ഹാമിഷ് ഹാഡ്ലിംഗ് ആക്ഷൻ ഏവിയേഷൻ എന്ന വിമാന വിൽപ്പന കമ്പനിയുടെ ചെയർമാനാണ് ഇദ്ദേഹം. $100 കോടി അതിന് മേൽ ആസ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോടീശ്വരൻ എന്ന നിലയിൽ മാത്രമല്ല ഗോപി ഹാമിഷ് ശ്രദ്ധിക്കപ്പെടുന്നത്, നിരവധി സാഹസിക യാത്രകൾ നടത്തിയാൾ എന്ന നിലയിലുമാണ്. ജെഫ് ബസൂസിന്റെ ബ്ലൂ ഒറിജിൻ സംഘടിപ്പിച്ച ബഹിരാകാശ യാത്ര നടത്തി വന്നയാളാണ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് 2 വട്ടം യാത്ര നടത്തി മടങ്ങി വന്നയാളുമാണ്. അതെ, ഒരു പൈലറ്റ് കൂടിയാണ് അദ്ദേഹം. വിമാനം ഓടിക്കുന്നതിൽ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. മരീന ട്രെഞ്ചിനെ ചുറ്റി ഏറ്റവും കൂടുതൽ സമയം സഞ്ചരിച്ചയാൾ എന്ന ഒരു റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. പുറമെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ചുറ്റി ഏറ്റവും വേഗം വിമാനം ഓടിച്ചയാൾ. ഈ 2 റെക്കോർഡുകളും ഹാമിഷിന്റെ പേരിലാണുള്ളത്. ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവരാൻ ജെറ്റ് ഏർപ്പെടുത്തിയതും ഹാമിഷ് ആയിരുന്നു. ആ ഹാമിഷും ഇനിയില്ല. ഇനി അടുത്തയാളെ നോക്കാം. അടുത്തയാൾ ഫ്രഞ്ച് നാവികസേനയുടെ മുൻ കമാൻഡറായിരുന്ന പോൾ ഹെൻറി നെർജ്യുവലൈറ്റാണ്. സൈനികനാണെങ്കിലും അദ്ദേഹം യുദ്ധങ്ങളുടെ പേരിലല്ല പോൾ ഹെൻറി പ്രശസ്തനായിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും സാഹസികനായ ഡൈവർ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഏതാണ്ട് 35 തവണ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം സന്ദർശിച്ചയാളാണ് അദ്ദേഹം. 1987 ആദ്യ യാത്ര നടത്തിയ സംഘത്തിൽ മുതൽ ഉണ്ടായിരുന്നയാൾ. ഇത് 36-ാം യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1985 ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കടലിനടിയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. അത് നേരിട്ട് കാണാനുള്ള ആദ്യ യാത്ര നടത്തിയാൾ എന്ന് പറയുമ്പോൾ അനുഭവ സമ്പത്തിന്റെ അങ്ങേയറ്റം എന്ന് തന്നെ പറയാം. ഈ യാത്ര സംഘടിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ അനുഭവ സമ്പന്നനായ CEO, നിരവധി സാഹസിക യാത്രകൾ നടത്തിയിട്ടുള്ള ഹാമിഷ്, പിന്നെ ഇവർ 3 പേരും ചേരുമ്പോൾ തന്നെ ഇതൊരു സുരക്ഷിത യാത്ര ആകേണ്ടതാണ്. ഇതാ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 പേർ. തീർച്ചയായിട്ടും പാകിസ്ഥാൻ വംശജരായ ബ്രിട്ടീഷ് വ്യവസായികളാണ് ഷഹ്സാദ ദാവൂദും സുലൈമാൻ ദാവൂദും. പിതാവും മകനുമാണ്. ദാവൂദ് ഹെർക്കുലീസ് കോർപ്പറേഷൻ എന്ന വമ്പൻ രാസവള വ്യവസായ കമ്പനിയുടെ വൈസ് ചെയർമാനാണ് ഷഹ്സാദ ദാവൂദ്. കമ്പനി പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഹെർക്കുലീസ് കമ്പനിയുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത സംരംഭമാണ്. ലോകബാങ്ക് ആദ്യമായി വായ്പ അനുവദിച്ച സ്വകാര്യ വ്യവസായമാണ് ദാവൂദിൻ്റേത്. അത് 1967 ആ കമ്പനിയിലെ 2ാം തലമുറയിൽപ്പെട്ടയാളാണ് ഷഹസാദ ദാവൂദ്. ബ്രിട്ടനിലാണ് സ്ഥിരതാമസം. ഷഹസാദയ്ക്ക് 48 വയസ്സും മകൻ സുലൈമാന് 19 വയസ്സും മാത്രമാണ് പ്രായം. പിതാവ് സാഹസികനായിരുന്നെങ്കിലും മകന് അത് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഐ ആം ടെറിഫൈഡ് എന്ന് ഈ യാത്രയ്ക്ക് മുൻപ് സുലൈമാൻ സഹോദരിക്ക് സന്ദേശം അയച്ചു എന്നാണ് പറയുന്നത്.
ഞാൻ ഭയചകിതനായിരിക്കുകയാണെന്ന്. ഫാദേഴ്സ് ഡേയിലാണ് പിതാവിൻ്റെ ആഗ്രഹത്തിനായി മകനും ഈ യാത്ര പുറപ്പെട്ടത്. ഇനി ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം കാണാം എങ്ങനെയാണ് ടൈറ്റൻ പുറപ്പെട്ടതെന്ന്. ടൈറ്റാനിക് കാണാൻ പോയ ആ പേടകം അത് വിസ്മൃതിയിലായിരിക്കുന്നു. അതിലിനി ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നില്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. എന്താണ് യഥാർത്ഥത്തിൽ ടൈറ്റന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നത് വളരെ ദുരൂഹമാണ്. കാരണം അത് പറയാൻ പറ്റുന്ന ആളുകൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. തീർച്ചയായിട്ടും അതെ. അത് മാത്രമല്ല, ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇത് കണ്ടെത്തിപ്പെടും, അവരെ രക്ഷപ്പെടുത്ത് തീരത്തേക്ക് വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. ഈ അപകടം എന്തുകൊണ്ട് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നത് സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം ഒരു യാത്ര നടത്തിയ കമ്പനിക്ക് വീഴ്ച പറ്റിയത് എങ്ങനെ എന്നും നമ്മൾ സംശയിക്കും. പക്ഷെ നമുക്കറിയാം, ടൈറ്റാനിക് ഇറങ്ങുമ്പോൾ ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന ഒരു ടാഗ് ലൈൻ ആ കപ്പലുണ്ടായിരുന്നു. അതിസമ്പന്നരായിരുന്നു ആ കപ്പലിൽ യാത്ര ചെയ്തത്. പക്ഷേ ഏതോ ഒരു ദുർവിധി എന്ന് പറയുന്നത് പോലെ ടൈറ്റാനിക്കിന് ആ ദുരന്തം സംഭവിച്ചു. ഇതിപ്പോഴിതാ ആ അവശിഷ്ടങ്ങൾ കാണാൻ പോയ ടൈറ്റനും ഇതേപോലെ ഒരു ദുരന്തത്തെ നേരിട്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് നമ്മളോടൊപ്പമുണ്ട്. പി ജെയിംസ്, ഇപ്പം നമ്മളെല്ലാം സാധാരണ നിലയിൽ ലോജിക്ക് ഉപയോഗിച്ച്, യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതിയതല്ല ഇതുപോലെ പരിചയസമ്പന്നരായ ആളുകൾ പോകുന്ന ഈ യാത്രകൾ നിരവധി തവണ നടത്തിയിട്ടുള്ള ഒരു കമ്പനിക്ക് എങ്ങനെയെങ്കിലും പിഴവുകൾ സംഭവിക്കുമോ? മാത്രമല്ല, സാങ്കേതിക സൗകര്യങ്ങളുടെ ഒരു ഏറ്റവും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടൈറ്റാനിക് പോയ പോലത്തെ ഒരു കാലത്തല്ല. എന്നിട്ടും ഈ പേടകം എവിടെ പോയെന്നോ എവിടെ കിടക്കുന്നുവെന്നോ അതിനകത്തുണ്ടായിരുന്ന യാത്രികർക്ക് എന്ത് സംഭവിച്ചുവെന്നോ വ്യക്തതയോടുകൂടി ഒരു മറുപടി പറയാനോ കണ്ടെത്താനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് പി ജെയിംസ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഗോപി, പ്രജിൻ, ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള തിയറികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൽ ഇപ്പോൾ ഏറ്റവും വിശ്വസനീയമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന 2-3 കാര്യങ്ങൾ, അത് വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇപ്പോൾ പറഞ്ഞതല്ല, അപകടം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ 2018 ഇതിൻ്റെ മെറൈൻ ഓപ്പറേഷൻസിൻ്റെ ഹെഡായിരുന്ന ഡേവിഡ്, അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ കാർബൺ ഫൈബർ ടൈറ്റാനിയം എലോയുടെ ഇതിനെക്കുറിച്ചുള്ള സർട്ടിഫിക്കേഷൻ ഏറ്റവും നല്ല ഏജൻസിയെ കൊണ്ട് നടത്തണം. കാരണം കാർബൺ ഫൈബറിൻ്റെ സംബന്ധിച്ച് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് ക്ഷീണം വരുന്ന പോലെ ഈ മെറ്റൽ അലോയ്സിനും ഫറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം വരാം. അതുകൊണ്ട് ഈ ക്ഷീണം അനുഭവപ്പെട്ടുവെന്ന് ഇപ്പോൾ ഈ 5 പേരോടൊപ്പം കടലിൻ്റെ കാണാമറയത്ത് പോയ സ്റ്റോക്ടൺ റഷ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഇതേക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തിയപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ മുൻ മേധാവി പറഞ്ഞത് ഇത് പൊട്ടിത്തകരാൻ ഒരു സാധ്യതയില്ലെന്നാണ്. എല്ലാവരും വിശ്വസിച്ചത് അങ്ങനെയാണ്. കാരണം 30-ലേറെ ഡൈവ് നടത്തിയിട്ടുള്ള ഈ യാനം അല്ലെങ്കിൽ ഈ അന്തർവാഹിനി ഒരു തരത്തിലും തകരില്ല എന്ന് വിശ്വസിച്ചു. ഇതിനെക്കുറിച്ചാണ് ടൈറ്റാനിക്കിൻ്റെ സംവിധായകൻ ജെയിംസ് കാമറോൺ പറഞ്ഞത്, ടൈറ്റാനിക്കിന് സംഭവിച്ച ഒരു ദുഃഖപര്യവസാനിയായിട്ടുള്ള ഒരു ദുരന്തം ഒരു അയർണി പോലെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു, എന്തോ ഒരു കാലക്കേട് പോലെ സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പിറകിൽ ഈ തരത്തിലുള്ള വീഴ്ച. കാരണം അഹങ്കരിച്ചിരുന്നു ടൈറ്റാനിക്. ഇത് ലോകത്ത് മുങ്ങാത്ത കപ്പലാണ്, ഒരു തരത്തിലും കടലിൽ മുങ്ങില്ല. ആദ്യ യാത്രയിൽ തന്നെ സൗത്ത് ആംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയപ്പോൾ ന്യൂ ഫൗണ്ട്ലാൻഡിൻ്റെ അടുത്ത് വെച്ച് മഞ്ഞു കട്ടയിൽ തട്ടി അത് തകർന്നത് ചരിത്രമാണ്, നമുക്കറിയാം. ഒരു നൂറ്റാണ്ടിന് ശേഷം അതേ സ്ഥലത്ത് ഏതാണ്ട് അതിനടുത്ത് തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർ ചിലവർ അല്പം തമാശയും കാര്യമായിട്ട് പറഞ്ഞു, ഇത് 1500-ലേറെ ആത്മാക്കൾ, പ്രേതങ്ങൾ അവിടെയുണ്ട്, അവരുടെ സ്വാധീനത്തിൽപ്പെട്ടു പോയത്. അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് അറിയാൻ ഈ എയർക്രാഫ്റ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ എയർക്രാഫ്റ്റ് വീണതിനെക്കുറിച്ചുള്ള അവസാന മൂവ്മെൻറ്റ്സ് അറിയാൻ കഴിയും. ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സാണ് അതിന് നമ്മൾ പലപ്പോഴും പറയുന്നത്. പക്ഷേ വിമാനത്തിലുള്ളത് പോലെയുള്ള ബ്ലാക്ക് ബോക്സ് ഇവിടെ ഇല്ല. ബ്ലാക്ക് ബോക്സ് ഇല്ലാതെയാണ് ഈ ഇങ്ങനെയുള്ള അന്തർവാഹിനികൾ പോകുന്നത്. അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതറിയാൻ പറ്റില്ല. പക്ഷേ 5 നമുക്ക് 5 പീസ് ഓഫ് ഇത് കിട്ടിയിട്ടുണ്ട്, റോബോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കാർബൺ ഫൈബർ തകർന്നതിൻ്റെ കാര്യങ്ങളാണുള്ളത്. കാർബൺ ഫൈബർ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് സംഭവിച്ചോ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ക്ലോസ് എക്സാമിനേഷനിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഗ്ലാസുകൾ
കാണാനായിട്ടുള്ള ഗ്ലാസുകൾ വെച്ചിരുന്നു. ആ ഗ്ലാസുകളുടെ സ്ട്രെങ്ത് 1300 മീറ്റർ വരെയുള്ളൂ എന്ന് ഒരു സർട്ടിഫിക്കേഷൻ ഏതായാലും വന്നിട്ടുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പല സിദ്ധാന്തങ്ങളും പല തിയറികളും ഇതിന്റെ ഈ പേടകത്തിന് എന്ത് സംഭവിച്ചിരിക്കാം എന്നത് സംബന്ധിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാര്യം കടലിനകത്തെ മർദ്ദം മൂലം അതിന്റെ പ്രഷർ കാരണം അത് പൊട്ടിത്തെറിച്ചതാകാം എന്നതാണ്. ഇപ്പോൾ പി ജെയിംസ് താങ്കൾ പറഞ്ഞതുപോലെ ഈ ലഭിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ഇതിലെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് സത്യത്തിൽ നമ്മളും കാത്തിരിക്കുന്നത്. ഏതായാലും ഒരു ദുർവിധിയെന്നോ ദുര്യോഗമെന്നോ എന്ന് നമുക്ക് പറയാം. ആ യാത്രികർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നത് തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ടൈറ്റൻ മുങ്ങിയപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം ഗെയിമിംഗ് സ്വിച്ചിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഗെയിമിംഗ് സ്വിച്ച് അല്ലാതെ വീഡിയോ ഗെയിമിൽ എന്നതുപോലെ ഒറ്റ സ്വിച്ചിൽ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. ഇത്തരം യാത്രകളിൽ നിയന്ത്രണം സുഗമമാക്കാനാണ് ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്. ഇത്തരം സ്വിച്ചുകൾ ഡ്രോണുകൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നാവികർ വിവിധ ആവശ്യങ്ങൾക്കും യന്ത്രമനുഷ്യരെ നിയന്ത്രിക്കാനും ഒക്കെയായി ഉപയോഗിക്കുന്നതാണ് നമുക്കറിയാം. അതുപോലെ ഹൈ എൻഡ് നിയന്ത്രിത സംവിധാനം തന്നെയാണ് ഇതിലും ഉണ്ടായിരുന്നത്. സോ അതൊരു ഗെയിമിംഗ് സ്വിച്ച് എന്ന് മാത്രമായി അതിനെ ചെറുതാക്കി കാണാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അപ്പോൾ എന്തായിരിക്കും ടൈറ്റന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊരു വലിയ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഒന്നാമത്തെ സാധ്യത ഒരു സ്ഫോടനം തന്നെയാണ്. നമ്മൾ പൊട്ടിത്തെറി എന്ന് പറയാം. അതിനുള്ള കാരണം ഈ പേടകത്തിലുള്ള ചില്ലുജാലകമാണ്. അത് പി ജെയിംസും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പുറം കാഴ്ച കാണാനുള്ള ഏക സാധ്യത ഈ ജാലകം മാത്രമാണ്. പക്ഷേ ആഴക്കടലിലേക്ക് പോകുന്തോറും ചില്ലിന് സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വരാം. അങ്ങനെ സംഭവിച്ചാൽ വെള്ളം ഇരച്ചു കയറാം. അത് സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യാം. ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ട് തന്നെ നിർമ്മിച്ചതാണ് ഈ പേടകം എന്ന് നമുക്കറിയാം. എങ്കിലും ചില്ലുകൂടിന് ഒരു തകരാറ് സംഭവിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഈ സ്ഫോടനത്തിന് കാരണമായേക്കാം. അതല്ലെങ്കിൽ ഇത്രയധികം യാത്ര നടത്തിയ ഒരു പേടകത്തിന് ഇങ്ങനെ ഒന്നും സംഭവിക്കേണ്ടതല്ല. രണ്ടാമത്തേത് ഷോർട്ട് സർക്യൂട്ടാണ് ഒരു കാരണമായി പറയുന്നത്. ആഴത്തിലേക്ക് പോകുന്നതിനിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് അത് നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല. തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവ ഫലപ്രദമാകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം. അനുമാനങ്ങളാണ്. തീർച്ചയായിട്ടും ഈ സമുദ്രാന്തർ ഭാഗത്തേക്ക് നിശ്ചയദൂരം പിന്നിട്ടാൽ പിന്നെ ഇരുട്ടാണ്. അത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. കാരണം സൂര്യപ്രകാശം താഴേക്ക് എത്തുകയില്ല എന്നതാണ് സാരം. ഈ പേടകത്തിലെ വെളിച്ചം തന്നെയാണ് പിന്നെ ആശ്രയം. പവർ ഫെയിലിയർ ഉണ്ടായാൽ പിന്നെ കാഴ്ച കാണാൻ കഴിയാതെ വരും എന്നതും ശ്രദ്ധിക്കണം. ഒരു തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഉള്ളിലുള്ളവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അത്ര ശുഭകരമല്ല ഉത്തരം എന്ന് പറയാം. അണയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ മാർഗമില്ല എന്ന് നമുക്കറിയാം. പേടകം പുറത്തു നിന്നാണ് പൂട്ടിയിരിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. പുറത്തുനിന്ന് മാത്രമേ തുറക്കാനും കഴിയൂ. കപ്പലിൽ തിരിച്ചെത്തിയ ശേഷം മാത്രം തുറക്കാവുന്ന വിധത്തിലാണ് ഇത് കടലിൻ്റെ ഉള്ളിലേക്ക് വിട്ടിരിക്കുന്നത്. ഇനി അടുത്ത സാധ്യത കൂടെ നോക്കാം. അത് കപ്പലിനുള്ളിൽ ഇടിക്കാനും കുടുങ്ങാനുള്ള സാധ്യതയാണ്. തകർന്ന കപ്പലിനുള്ളിലൂടെയാണ് ഈ പേടകം കൊണ്ടുപോകുന്നത്. അതിനിടെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോകാം. അത്തരം ഘട്ടങ്ങളിൽ പുറത്തു കടക്കാൻ അനുഭവ സമ്പന്നരായ 3 പേർ ആ പേടകത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു വസ്തുത. കപ്പലിൽ കുടുങ്ങിപ്പോയി എന്നതുകൊണ്ട് മാത്രം ആശയവിനിമയം മുറിയുകയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മാത്രമാണ് ആശയവിനിമയം അസാധ്യമാകുന്നത്. കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി എന്നതിൻ്റെ അർത്ഥം തന്നെ മറ്റെന്തോ സംഭവിച്ചു എന്നാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട ടൈറ്റൻ ഉയർന്നു വന്ന തിരകളിൽ അലയുന്നുണ്ടാമോ എന്ന സംശയം ആദ്യമുണ്ടായിരുന്നു. ആ സാധ്യത പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ദിവസം മാത്രമായിരുന്നു. കടൽ അരിച്ചു പെറുക്കിയിട്ടും അത് കണ്ടെത്താനായില്ല. മാത്രവുമല്ല, അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഉയർന്നു വരാനല്ല താഴ്ന്നു പോകാനാണ് സാധ്യത കൂടുതൽ. ടൈറ്റാനിക് താഴ്ന്നതുപോലെ ടൈറ്റനും അങ്ങനെ താഴേക്ക് പോകാം. കാനഡയുടെ നേവി ഒരു വെള്ളച്ചതുരം കടലിൽ കണ്ടതായി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും വളരെയധികം പ്രത്യാശ പുലർത്തിയതാണ്. അതുകൊണ്ടാണ് കടലിൽ നിന്ന് തിരിച്ചു പൊങ്ങി വന്ന പേടകം നിയന്ത്രണം തെറ്റി അലയാനുള്ള സാധ്യതയാണ് അപ്പോൾ ഉയർന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉയർന്നു വന്നിരുന്നെങ്കിൽ ആ പേടകം അതിവേഗം രക്ഷാതീരത്ത് എത്തും എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. കാരണം ടൈറ്റനിലുണ്ടായിരുന്ന 3 പേർ ഇത്തരം സാഹസിക യാത്രകൾ ഏറെ നടത്തിയവരാണ്. ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടാനുള്ള സാധ്യതയെ അവർ പ്രയോജനപ്പെടുത്തുമായിരുന്നു. ജൂൺ 18 ഞായറാഴ്ച 11:47 അവസാനത്തെ സന്ദേശം നമുക്ക് ഭൂമിയിൽ കിട്ടുന്നത്. ടൈറ്റനിൽ നിന്ന് കപ്പലിലേക്കുള്ള സന്ദേശങ്ങൾ സംഭാഷണമായി അല്ല എത്തുന്നത്, ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടാണ്. ഓരോ 15 മിനിറ്റിലും വിവരങ്ങൾ കപ്പലിലേക്ക് അറിയിക്കണം. അങ്ങനെ 11:47 അവസാനത്തെ സന്ദേശം വന്നു. പുലർച്ചെ 10 മണിക്ക് പുറപ്പെട്ട് 11:47 വന്ന സന്ദേശം അവസാനത്തേതുമായി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന GPS, വൈഫൈ, റേഡിയോ വേവ്സ് എന്നിങ്ങനെ ഒന്നും കടലിനടിയിൽ പ്രവർത്തിക്കില്ല. ഈ ടെക്സ്റ്റ് മെസ്സേജ് സംവിധാനം അല്ലാതെ മറ്റൊരു സാധ്യതയും ഇല്ല. ഉപരിതലവുമായി ഈ ടെക്സ്റ്റ് മെസ്സേജുകൾ അല്ലാതെ മറ്റൊന്നും സാധ്യവുമല്ല. ടൈറ്റന്റെ രൂപകൽപ്പന ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. കടലിനടിയിൽ എത്തുമ്പോൾ പിടിച്ചു നിർത്തുന്നത് ബലാസ്റ്റ് ഉപയോഗിച്ചാണ്. ബലൂണുകളുടെ അടിയിലും മറ്റും ഘടിപ്പിക്കുന്നതാണ് ബലാസ്റ്റ്. പക്ഷേ ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്.
തറയിൽ ഉറച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ തനിയെ അത് മുകളിലേക്ക് റിലീസ് ചെയ്യുന്ന വിധത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ആശയവിനിമയം തടസ്സപ്പെട്ടാലും 24 മണിക്കൂർ കഴിയുമ്പോൾ അത് തിരികെ വരേണ്ടതായിരുന്നു. ഇവിടെയാണ് ഒരു കനത്ത ആഘാതം ഏറ്റിരിക്കാനുള്ള സാധ്യതയുള്ളത്. ഏത് ആഘാതവും തടുക്കാൻ കഴിയുന്ന വിധമാണ് ഇതിൻ്റെ പുറംചട്ട നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും വലിയ കൂട്ടിയിടി ഉണ്ടായാൽ പുറംചട്ടയ്ക്ക് ഉലച്ചിൽ വരാം. അത് ഉള്ളിലെ വായുമർദ്ദത്തെ ബാധിക്കാം. ഐസാകുന്ന തണുപ്പാണ് കടലിനടിയിൽ എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. ഉള്ളിൽ ഹീറ്ററാണ് ചൂട് നൽകുന്നത്. ഈ ചൂടിലുണ്ടാകുന്ന വ്യത്യാസം ചിലപ്പോൾ ഒരു വലിയ സ്ഫോടനത്തിനും കാരണമാകാം. ശരി, 5-ാം ദിവസം ഓഷ്യൻ ഗേറ്റ് കമ്പനി ആ വിവരം ലോകത്തോട് പറഞ്ഞു. അവർ 5 പേരും ജീവിച്ചിരിപ്പില്ല. ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ വിവരം കേട്ടത്. കാരണം ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പിലായിരുന്നു നമ്മളെല്ലാവരും. അവരുടെ ഭൗതിക ശരീരം കിട്ടാനുള്ള സാധ്യതയും ഇനിയില്ല. ടൈറ്റാനിക്കിൽ നിന്ന് 1500 മീറ്റർ മാത്രം അകലെ ടൈറ്റന്റെ ഭാഗങ്ങൾ ഇപ്പോഴുണ്ട്. This morning, an ROV, or remote operated vehicle, from the vessel Horizon Arctic discovered the tail cone of the Titan submersible approximately 1,600 feet from the bow of the Titanic on the seafloor. The ROV subsequently found additional debris. In consultation with experts from within the Unified Command, the debris is consistent with the catastrophic loss of the pressure chamber. പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മളെല്ലാവരെയും കണ്ണ് നനയിപ്പിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായിരിക്കാം ടൈറ്റന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ പരിശോധനകളും കൂടുതൽ അന്വേഷണങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് അത് അന്വേഷിച്ചുകൊണ്ടുള്ള ഈ പരിപാടി അവസാനിപ്പിക്കും മുൻപ് ഒരു കാര്യം പറയാം. ബഹിരാകാശത്തേക്കുള്ള ഓരോ യാത്രയും ആദ്യത്തെ യാത്ര പോലെ അപകടകരമാണ്. കാരണം ആ പോകുന്ന മേഖലയെക്കുറിച്ച് നമുക്കുള്ള അറിവ് വളരെ പരിമിതമാണ്. അതുപോലെ സമുദ്രാന്തർഭാഗത്തേക്കുള്ള ഓരോ യാത്രയും ആദ്യത്തെ യാത്ര എന്നതുപോലെ ആശങ്ക നിറഞ്ഞതാണ്. 35 തവണ കടലിനടിയിൽ പോയപ്പോൾ നേരിട്ട പ്രതിസന്ധിയാകില്ല 36-ാം യാത്രയിൽ പോൾ ഹെൻറി നേരിട്ടിട്ടുണ്ടാവുക. മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന് സംഭവിച്ചതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. എത്ര വർഷം തിരഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ടാണ് പാരാവാരം എന്ന് വിളിക്കുന്നത്. അവിടെ 5 മനുഷ്യർക്കും അവർ കയറിയ പേടകത്തിനും പുഴയിലെ ചെറുമീനിന്റെ വലിപ്പം പോലുമില്ല. എന്നിട്ടും അത് കണ്ടെത്താൻ കഴിഞ്ഞത് അവർ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തുവരെ എത്തിയതുകൊണ്ട് മാത്രമാണ്. ഈ മഹാപാരാവരത്തിൽ നമ്മൾ അറിഞ്ഞതൊന്നും അറിവല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ടൈറ്റന്റെ തിരോധാനം. ഏതായാലും ജീവൻ പൊലിഞ്ഞുപോയ അതിസാഹസികരായ അവർക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രത്യേക പരിപാടി നമ്മളിവിടെ പൂർത്തിയാക്കുന്നു. നമസ്കാരം.